എല്ലാവരും കരുതും അത് മറ്റോ പോയിക്കോളും, ആരെങ്കിലും ഒരാളല്ലേ, അതോ പോയിക്കോളും. അതേ സമയത്ത് അബ്ദുറഹ്മാൻ പോയിട്ട് ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ അബ്ദുറഹ്മാൻ എഴുന്നേൽക്കലും പോകലും നിർബന്ധമാകും. ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വത്തിലേക്ക് കയറി ചെല്ലാനുള്ള ഗോവണി, കോണിപ്പടിയാണ് അയാളുടെ പേര്. പരിചയപ്പെടുന്ന ആളുകളുടെ ഒക്കെ പേര് ചോദിക്കണം എന്നാണ്. പേര് ചോദിച്ച ആളുകളെ മഹ്ശറയിൽ കണ്ടുമുട്ടുമെന്നാണ്. ചിലപ്പോൾ നമുക്ക് ഓർക്കാൻ പറ്റിക്കോണമെന്നൊന്നുമില്ല. എല്ലാവരും കൂടിയും പേരെങ്ങനെ ആലോചിക്കാം? എനിക്ക് തീരെ കഴിയാത്തൊരു പരിപാടിയാണ്. ഒരിക്കൽ കണ്ട ആളെ പിന്നെ ഒരിക്കൽ കാണുമ്പോൾ ഓർമ്മ ഉണ്ടാവില്ല. ആദ്യത്തെ ദിവസമൊന്നും മറക്കൂല, പക്ഷെ ആൾക്കാരെ മറക്കും. പിന്നെ ചില ഗൾഫിലൊക്കെ ചെന്നാൽ ചില ആൾക്കാർ 2-3 ദിവസമൊക്കെ ഓരോ വണ്ടിയിൽ നടന്നിട്ടുണ്ടാവും. പിന്നെ കുറച്ചേരം കഴിഞ്ഞിട്ട് കാണുമ്പോൾ ആളെ ഓർമ്മ ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഇന്ന അറിയില്ലേന്ന് ചോദിക്കും. ശരിക്കും പരിചയപ്പെടാൻ നിങ്ങൾക്ക് ഇന്ന അറിയില്ലേന്ന് ചോദിക്കാൻ പറ്റൂല എന്നാണ്. ഞാൻ ഇന്ന ആളാന്ന് പറയാണ് വേണ്ടത്. ശരിക്ക് ഒരാളെ നമ്മൾ കാണുമ്പോൾ കുറച്ചാലായിട്ട് തന്നെ കണ്ടിട്ട് ചോദിച്ചാൽ ശരിക്കും അസ്സലാമു അലൈക്കും എന്നെ മനസ്സിലായോ എന്നല്ല ചോദിക്കേണ്ടത്. പിന്നെ അസ്സലാമു അലൈക്കും ഞാൻ സാലിം ഫൈസിയാണ് എന്നാണ് പറയേണ്ടത്. അതാണ് ശരിയായ പരിചയപ്പെടൽ. കുറേ ഗൾഫീർ പ്രത്യേകിച്ച് എന്ത് ചെയ്യും? അസ്സലാമു അലൈക്കും മനസ്സിലായില്ലേ എന്ന്. ഇല്ല മനസ്സിലായില്ല. നിങ്ങൾക്കൊന്നും ഇപ്പം മനസ്സിലാവൂലേ എന്ന് അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്താ ഞാൻ ഇന്ന ആളാന്നാണ് പറഞ്ഞാൽ കുറേ എന്തേലും വെറുതെ മനുഷ്യന്മാരെ അടങ്ങാറാക്കേണ്ട കാര്യം എന്താ? അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെയല്ല പരിചയപ്പെടേണ്ടത്. സ്വന്തത്തെ ആദ്യം പരിചയപ്പെടുത്തണം. ഞാൻ ഇന്ന ആളാണ് എന്ന് പറയാൻ ഒരാൾക്ക് കഴിയുക, അത് വലിയൊരു സംഭവമാണ്. അപ്പം എന്താ വെച്ചാൽ പേരിനെ പറ്റി പറഞ്ഞതാണ്. ഏതൊരു മനുഷ്യൻ്റെയും വ്യക്തിത്വത്തിലേക്ക് കയറി ചെല്ലാൻ അവൻ്റെ പേര് സഹായകമാകുമെന്നാണ്. അത് വാപ്പട്ട പേര്. പിന്നെ സ്ഥാനപ്പേര് വിളിക്കാം. പിന്നെ വിളിക്കുകയാണെങ്കിൽ ഫൈസിന്ന് ചുരുക്കി വിളിക്കാം. സ്ഥാനപ്പേരാണത്, അത് വിളിക്കാം. അതേപോലെ ഓമനപ്പേരും വിളിക്കാവുന്നതാണ്. പക്ഷെ ഇപ്പറഞ്ഞ പേര് അതൊന്നുമല്ല, നമ്മളായിട്ടിട്ട പേര് അതുണ്ടാവും ചിലത്. 4ാം ക്ലാസ് പഠിക്കണ, സ്കൂൾ പഠിക്കണ കുട്ടി ഒരു ദിവസം സ്കൂളിട്ട് വന്നപ്പോൾ വാപ്പാട് പറഞ്ഞു, വാപ്പാ ഞങ്ങളെ ഹെഡ്മാഷ എല്ലാവരും ചേനത്തലേന്നാ വിളിക്കല്. അതിൽ വാപ്പ പറയാണ്, എന്ത് ചേനത്തലേന്നാ വിളിക്കല്? അതിൽ വാപ്പ പറഞ്ഞു കൊടുത്തു, അങ്ങനെ അയാൾക്ക് പറ്റിയ പേരെന്നാണ് അത് എന്ന്. എന്നിട്ട് ഞാൻ കുട്ടി ഇവനെ സിറാത്ത് പാലം കിടക്കണ സമയത്ത് കയ്യമ്മ പിടിച്ചുങ്ങാണ്ട് മണ്ടണത്തരെ. ഏത് ഗുരുനാഥനെ ചേനത്തലേന്ന് വിളിച്ച ആ കുട്ടി നടക്കുക പരിപാടി. അതപ്പം തന്നെ തിരുത്തണം. മോനെ ആര് വിളിച്ചാലും വാപ്പാൻ്റെ കുട്ടി വിളിക്കരുത് കിട്ടുമോ എന്ന് അപ്പം തന്നെ പറയാൻ വേണ്ടി പറ്റണം. പരിഹാസങ്ങളൊക്കെ നമ്മൾ പഠിപ്പിക്കണതാണ്, ടൈറ്റ് പേരൊക്കെ നമ്മൾ പഠിപ്പിക്കണതാണ്. അതിപ്പോൾ എല്ലാവരും അങ്ങനെ ആവുമ്പോൾ പിന്നെ അങ്ങനെ പറഞ്ഞാലല്ലാതെ പിന്നെ എങ്ങനെയെന്ന് പറയും. അല്ലാതെ എത്രോട്ടം പറഞ്ഞാലോ അറിയാച്ചാൽ അത്രോട്ടം പറയാനാണ് തീരുമാനിക്കണം.